Morning. Good morning, ma'am. Good morning, ma'am. Good morning, ma'am. Morning. സുഖാണോ എല്ലാവർക്കും? എക്സാം മാമിന് സുഖാണ്. ഫുഡൊക്കെ കഴിച്ചില്ല എല്ലാവരും? നിങ്ങളൊക്കെ സ്കൂളിൽ പോയോ? ആ, ഓക്കെ. അപ്പൊ നമ്മള് കഴിഞ്ഞ ക്ലാസ്സില് മാർക്കറ്റിംഗ് ആണ് കംപ്ലീറ്റ് ആക്കിയത് അല്ലെ? മാർക്കറ്റിംഗ് ചാപ്റ്റർ കംപ്ലീറ്റ് ആക്കി. ഇനി നെക്സ്റ്റ് എടുക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറഞ്ഞാലോ അല്ലെങ്കിൽ ചാപ്റ്റർ എന്ന് പറഞ്ഞാലോ ഓഡിറ്റ് ആണ്. ഓക്കെ, ഓഡിറ്റ് കേട്ടിട്ടുണ്ടോ നിങ്ങള്? എന്താണ് ഓഡിറ്റ് എന്ന് പറഞ്ഞാല്? എന്തുമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കും ഓഡിറ്റ്? കേട്ടിട്ടുണ്ടല്ലേ? എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഓഡിറ്റ് എന്ന് പറയുമ്പോ? ചെക്ക് ചെയ്യാം. എന്ത് ചെക്ക് ചെയ്യുന്നതാണ്? ഇൻകം, കണക്കുകൾ അല്ലെ? ഓക്കെ. അപ്പൊ ഓരോ കണക്ക് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് കറക്റ്റ് ആണോ എന്ന് നോക്കുന്നതാണ് ഓഡിറ്റ് എന്ന് പറയുന്നത്. ഇപ്പൊ നിങ്ങളിപ്പോ എന്താ പറയാ, ഈ കുടുംബശ്രീയിലൊക്കെ ഉള്ളവരാണെങ്കിൽ അവിടുത്തെ ഓഡിറ്റ് നടത്താറുണ്ട് അവര്. ഓരോ കാര്യങ്ങളും അല്ലെ, എന്താണ് കണക്ക് കാര്യങ്ങള് ഇല്ലേ? ചെയ്യാറുണ്ട്. കേട്ടിട്ടുണ്ടല്ലേ? കുടുംബശ്രീയിലുള്ളവരൊക്കെ ആണെങ്കിൽ നമ്മൾ അംഗങ്ങളൊക്കെ ആണെങ്കിൽ അവിടെ നമ്മൾ ചെയ്യാറുണ്ട് ഓരോ കണക്ക് കാര്യങ്ങൾ. നമ്മൾ ഓഹരികള് അതുപോലെ തന്നെ ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള എല്ലാ കണക്കും കാര്യങ്ങളും ഒക്കെ അവര് ചെക്ക് ചെയ്യാറുണ്ട് അല്ലെ? ഫിനാൻസുമായിട്ടാണ്, സ്റ്റേറ്റ്മെന്റ് ഫിനാൻസുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഓഡിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ ഓർഗനൈസേഷനിലും അല്ലെങ്കിൽ ഹോസ്പിറ്റൽ, ഹെൽത്ത് കെയർ മേഖലകളിലും ഓഡിറ്റ് നടത്താറുണ്ട്. ഓഡിറ്റ് എന്ന് പറയുന്നത് കണക്ക് കാര്യങ്ങൾ പോലെ തന്നെ ഇവിടെ പ്രധാനമായിട്ടും നോക്കുന്നത് എന്തായിരിക്കാം? ഗസ് ചെയ്യാൻ പറ്റും? ഹോസ്പിറ്റൽ മേഖലകളിലാകുമ്പോൾ ഓഡിറ്റ് എന്തിനെ കുറിച്ചായിരിക്കാം നടത്തുന്നത്? പേഷ്യൻസ്, ഹെൽത്ത് കെയർ അല്ലെ? ഒരു നിശ്ചിത സ്റ്റാൻഡേർഡ് വെച്ചിട്ടുണ്ടാവും. ഓക്കെ, ഹോസ്പിറ്റലുകൾക്ക് ഒരു നിശ്ചിത സ്റ്റാൻഡേർഡ് വെച്ചിട്ടുണ്ടാവും. ആ സ്റ്റാൻഡേർഡിൽ അവര് എത്തുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നതാണ് ഇവിടുത്തെ ഓഡിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അവര് കൊടുക്കുന്നത് ക്വാളിറ്റിയുള്ള ഹെൽത്ത് കെയർ ആണോ, ക്വാളിറ്റിയുള്ള ട്രീറ്റ്മെന്റ് ആണോ, ഗുണനിലവാരമുള്ള കെയർ ആണോ, നല്ല രീതിയിൽ ബിഹേവ് ചെയ്യുന്നുണ്ടോ, ഇനി എവിടെയെങ്കിലും ഇംപ്രൂവ്മെന്റ് വരുത്തേണ്ടതുണ്ടോ എന്നൊക്കെ നമുക്ക് എന്താണ് ഈ ഓഡിറ്റ് ചെയ്യുമ്പോൾ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട് ഹെൽത്ത് കെയർ മേഖലകളിൽ. ഓക്കെ, അപ്പൊ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹെൽത്ത് കെയർ മേഖലകളിൽ എന്താണ് ഒരു നിശ്ചിത സ്റ്റാൻഡേർഡ് വെച്ചിട്ടുണ്ടാവും. ആ സ്റ്റാൻഡേർഡിലേക്ക് നമ്മുടെ ഹോസ്പിറ്റലുകൾ എത്തുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നതാണ് ഇവിടെ ഓഡിറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ ഒരു എന്താണ് നല്ല രീതിയിൽ അവര് ഹെൽത്ത് കെയർ കൊടുക്കുന്നുണ്ടോ, നല്ല രീതിയിൽ ട്രീറ്റ്മെന്റ് കൊടുക്കുന്നുണ്ടോ, ഗുണനിലവാരമുള്ള ക്വാളിറ്റിയുള്ള കെയർ ആണോ കൊടുക്കുന്നത് എന്ന് ഈ ഓഡിറ്റിലൂടെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഇനി എവിടെയെങ്കിലും ഇംപ്രൂവ്മെന്റ് വരുത്തേണ്ടതുണ്ടെങ്കിൽ നമുക്ക് ഓഡിറ്റിലൂടെ മനസ്സിലാക്കി അത് ഐഡന്റിഫൈ ചെയ്തുകൊണ്ട് ഇംപ്രൂവ്മെന്റുകൾ വരുത്താനായിട്ടും ഓഡിറ്റ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഒരുവിധം ഒരു കൺസെപ്റ്റ് അത് ക്ലിയർ ആയോ? ഓക്കെ ആണോ ഓഡിറ്റ്? ഓക്കെ, ഇനി നമുക്ക് ഡെഫിനിഷൻ നോക്കാം കേട്ടോ. ഓക്കെ, ഡെഫിനിഷൻ നോക്കാം. എ സിസ്റ്റമാറ്റിക്, ഓക്കെ 1 മിനിറ്റ് കേട്ടോ. ചാപ്റ്റർ 12 ഓഡിറ്റ്. കിട്ടാത്തവരുണ്ടോ? പേജ് നമ്പർ ഒന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു കൊടുത്തോളൂ കേട്ടോ. ഇനി ചിലപ്പോ പെട്ടെന്ന് കയറിയവർക്ക് പേജ് നമ്പർ ഒന്നും കിട്ടില്ല. 114 പേജ് നമ്പർ. ഓക്കെ, ഡെഫിനിഷൻ നോക്കിയേ. എ സിസ്റ്റമാറ്റിക് ആൻഡ് ക്രിട്ടിക്കൽ അസസ്മെന്റ് ഓഫ് ദ പ്ലാനിംഗ്, ഡെലിവറി ആൻഡ് ഇവാലുവേഷൻ ഓഫ് സർവീസസ് with regard to efficiency, effectiveness and quality within given resources. It is the assessment of data, documents and resources to inspect performance of a system if meets specified standards.
അപ്പൊ എന്താണ് ഫസ്റ്റ് പറയുന്നത്? എന്താണ്? എ സിസ്റ്റമാറ്റിക് ആൻഡ് ക്രിട്ടിക്കൽ അസസ്മെന്റ് ഓഫ് പ്ലാനിങ്, ഡെലിവറി ആൻഡ് ഇവാലുവേഷൻ ഓഫ് സർവീസസ് with regard to efficiency, effectiveness and quality within given resources. എന്ന് പറഞ്ഞാൽ എന്താണ്? എന്താണ് അവിടെ ഉദ്ദേശിക്കുന്ന അതിന്റെ മീനിങ് എന്ന് പറഞ്ഞാല് ഞാൻ വായിക്കാം കേട്ടോ. മീനിങ് എന്ന് പറഞ്ഞാല് ഞാൻ പറയാം. നൽകിയിരിക്കുന്ന വിഭവങ്ങൾക്കുള്ളിലെ കഴിവ്, കാര്യക്ഷമത, ഗുണനിലവാരം എന്നിവയുമായിട്ട് ബന്ധപ്പെട്ട സേവനം, ആസൂത്രണം, വിലയിരുത്തൽ എന്നിവയുടെ വ്യവസ്ഥാപിതവും വിമർശനാത്മകവുമായിട്ടുള്ള വിലയിരുത്തലാണ് ഓഡിറ്റ് എന്ന് പറയുന്നത്. ഇങ്ങനെ പറഞ്ഞപ്പോ എന്തെങ്കിലും മനസ്സിലായോ? ഒന്നുകൂടി ഞാൻ വായിക്കാം. നൽകിയിരിക്കുന്ന വിഭവങ്ങൾക്കുള്ളിലെ കഴിവ്, കാര്യക്ഷമത, ഗുണനിലവാരം എന്നിവയുമായി ബന്ധപ്പെട്ട സേവനം, ആസൂത്രണം, വിലയിരുത്തൽ എന്നിവയുടെ വ്യവസ്ഥാപിതവും വിമർശനാത്മകവുമായ വിലയിരുത്തലാണ് ഓഡിറ്റ് എന്ന് പറയുന്നത്. അതായത് ഇങ്ങനെ പറയുമ്പോൾ ആർക്കൊന്നും മനസ്സിലാവില്ല. എന്താണ് ഈ ടീച്ചർ പറയുന്നത് എന്ന് ചോദിക്കും അല്ലെ? അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് അങ്ങനെ കേൾക്കുമ്പോ ഒന്നും മനസ്സിലാവില്ല അല്ലെ? അതായത് അതിന്റെ മീനിങ് എന്ന് പറഞ്ഞാല് എന്താണ്? ഹോസ്പിറ്റലുകളിൽ ആരൊക്കെയുണ്ട്? ഡോക്ടേഴ്സ് ഉണ്ട്, നഴ്സുമാരുണ്ട്, അതുപോലെ തന്നെ മറ്റു മെഡിക്കൽ സ്റ്റാഫുകൾ ഉണ്ട് അല്ലെ? അവര് കൊടുക്കുന്ന സർവീസ് ക്വാളിറ്റി ഉള്ള സർവീസ് ആണ് കൊടുക്കുന്നത് അല്ലെ? ഡോക്ടേഴ്സ് ആയാലും നഴ്സുമാരായാലും അതുപോലെ തന്നെ മറ്റു മെഡിക്കൽ സ്റ്റാഫുകളും ടെക്നീഷ്യൻസ് അങ്ങനെയുള്ള എല്ലാവരും അവിടെ വരുന്ന പേഷ്യൻസിന് കൊടുക്കുന്നത് ക്വാളിറ്റി ഉള്ള സർവീസ് ആണ്. അതുപോലെ തന്നെ പേഷ്യൻസിന് ക്വാളിറ്റിയോട് കൂടിയിട്ടുള്ള മെഡിസിൻസ് ആണ് അവിടെ നൽകുന്നത് ഇല്ലേ? എന്താണ്? ഇപ്പൊ ഒരു രോഗം വന്നിട്ട് അല്ലെങ്കിൽ ഒരു രോഗം ഇപ്പൊ എന്തെങ്കിലും ഒരു രോഗം, ഫീവറോ എന്തെങ്കിലും ഒരു ആയിക്കോട്ടെ, ഒരു രോഗി വരുമ്പോ എന്താണ്? രോഗം കൂടണം അല്ലെങ്കിൽ ഇത് നല്ല രീതിയിൽ ഹെൽത്ത് കണ്ടീഷൻ മോശമാകണം എന്നുള്ള നിലയിലാണോ ഡോക്ടേഴ്സ് മരുന്നുകൾ കൊടുക്കുന്നത്? അല്ല, പെട്ടെന്ന് തന്നെ ഭേദമാകണം, അവരുടെ ഹെൽത്ത് കണ്ടീഷൻ ബെറ്റർ ആവണം എന്നുള്ള രീതിയിലാണ് അവിടെ ഓരോ ട്രീറ്റ്മെന്റുകളും മെഡിസിനുകളായാലും അവർ കൊടുക്കുന്നത് അല്ലെ? ഓക്കെ, ഇങ്ങനെയുള്ള കാര്യങ്ങള് ടോട്ടലായും സിസ്റ്റമാറ്റിക് ആയിട്ടും കൃത്യമായിട്ടും ക്രിട്ടിക്കലായിട്ടും വിലയിരുത്തുന്ന രീതി. അപ്പൊ എന്താണ്? അവിടെ കൊടുക്കുന്നത് ക്വാളിറ്റി ഉള്ള കെയർ ആണോ, അവിടെ നല്ല രീതിയിലുള്ള സർവീസ് ആണോ പ്രൊവൈഡ് ചെയ്യുന്നത് എന്ന് വിലയിരുത്തുന്ന ഒരു രീതി. ഈ വാലുവേഷനെയാണ് നമ്മൾ ഓഡിറ്റ് എന്ന് പറയുന്നത്. ഇപ്പൊ കിട്ടിയോ ആ ഫസ്റ്റ് സെന്റൻസിന്റെ മീനിങ് എന്താണെന്ന്? ഒന്നുകൂടി പറയാം. എന്താണ് അവിടെ? എന്താണ്? ഹോസ്പിറ്റലില് ഡോക്ടേഴ്സ് ഉണ്ട്, നഴ്സുമാരുണ്ട്, മെഡിക്കൽ സ്റ്റാഫുകൾ ഉണ്ട് അല്ലെ? ഇവര് കൊടുക്കുന്ന ക്വാളിറ്റിയുള്ള കെയർ ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇവര് കൊടുക്കുന്ന ഗുണനിലവാരമുള്ള ക്വാളിറ്റിയുള്ള ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് ആണോ എന്നുള്ളത് എന്ത് ചെയ്യുന്നു? ടോട്ടലായും സിസ്റ്റമാറ്റിക് ആയിട്ടും കൃത്യമായിട്ടും ക്രിട്ടിക്കലായിട്ടും ഇവാലുവേറ്റ് ചെയ്യുന്ന രീതിനെയാണ് നമ്മൾ ഓഡിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി സെക്കൻഡ് സെന്റൻസ് നോക്കിയേ. ഇറ്റ് ഈസ് ദ അസസ്മെന്റ് ഓഫ് ഡാറ്റ, document and resources to inspect the performance of systems if meets specified standards. അപ്പൊ എന്താണ് പറയുന്നത്? ഇനി അതിന്റെ മീനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ വായിക്കാം. ഒരു നിർദ്ദിഷ്ട മാനദണ്ഡങ്ങൾ പാലിക്കുന്ന സിസ്റ്റങ്ങളുടെ പ്രകടനം പരിശോധിക്കുന്നതിനുള്ള രീതിയാണ് ഓഡിറ്റ് എന്ന് പറയുന്നത്. ഒന്നുകൂടി വായിക്കാം. നിർദ്ദിഷ്ട മാനദണ്ഡങ്ങൾ പാലിക്കുന്ന സിസ്റ്റങ്ങളുടെ പ്രകടനം പരിശോധിക്കുന്നതിനുള്ള രീതിയും കൂടിയാണ് ഓഡിറ്റ്. അതായത് നമുക്ക് എന്താണ്? പല റിസോഴ്സസുകൾ ഉണ്ട് അല്ലെ? ഓഡിറ്റ് പരിശോധിക്കാനായിട്ട് കണക്ക് കാര്യങ്ങളും അതുപോലെ തന്നെ പല കാര്യങ്ങളും ഉണ്ട് ഹോസ്പിറ്റലുകളിൽ അല്ലെ? എല്ലാ കാര്യങ്ങളും ക്വാളിറ്റിയുള്ള ട്രീറ്റ്മെന്റ് ആണോ, അല്ലെങ്കിൽ ഡോക്ടേഴ്സ് നല്ല ഗുണനിലവാരമുള്ള സർവീസ് കൊടുക്കുന്നുണ്ടോ, ഇതൊക്കെ പരിശോധിക്കുന്നത് എങ്ങനെയാണ്? ഡാറ്റകൾ നോക്കിയിട്ട്, അതുപോലെ തന്നെ പല രേഖകള്, ഡോക്യുമെന്റ്സ്, അതുപോലെ തന്നെ പല റിസോഴ്സസുകൾ എന്നിവയുടെ വിലയിരുത്തൽ കൂടിയാണ് ഓഡിറ്റ് എന്ന് പറയുന്നത്. ആ കാര്യങ്ങൾ അല്ലെങ്കിൽ ആ ഡാറ്റകളൊക്കെ നോക്കിയിട്ട് നമുക്ക് അസസ്മെന്റ് നടത്താനായിട്ട് സാധിക്കുന്നുണ്ട്. അതിനെയും നമ്മൾ എന്തെന്ന് പറയുന്നുണ്ട്? ഓഡിറ്റ് എന്ന് പറയുന്നുണ്ട്. ക്ലിയർ ആയോ? ഓക്കെ ആണോ ആ ഡെഫിനിഷൻ? ഓക്കെ, അപ്പൊ എന്താണ് ഓഡിറ്റ് എന്ന് പറഞ്ഞാല് ആ ഡെഫിനിഷൻ ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കുക കേട്ടോ. രണ്ട് കാര്യങ്ങളാണ് അതിൽ പറയുന്നത്. എന്താണ്? ഡോക്ടേഴ്സ്, നഴ്സുമാര്, മെഡിക്കൽ സ്റ്റാഫുകൾ ഉണ്ട്. ഇവര് കൊടുക്കുന്നത് ക്വാളിറ്റിയുള്ള സർവീസ് ആണോ,
അല്ലെങ്കിൽ ഇവർ ക്വാളിറ്റിയുള്ള മെഡിസിനുകൾ ട്രീറ്റ്മെന്റുകൾ രോഗികൾക്ക് നൽകുന്നുണ്ടോ എന്നുള്ള എന്ത് ചെയ്യുന്നുണ്ട് എന്നുള്ള ടോട്ടൽ ആയിട്ടുള്ളതും സിസ്റ്റമാറ്റിക് ആയിട്ടുള്ളതും ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു വിലയിരുത്തലിനെയാണ് നമ്മൾ ഓഡിറ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എന്താണ് പല ഡാറ്റകള്, രേഖകള്, ഉറവിടങ്ങള്, പല റിസോഴ്സുകള് എന്നിവ പരിശോധിച്ചുകൊണ്ട് എന്നിവ വിലയിരുത്തിക്കൊണ്ട് ഓഡിറ്റ് നടത്തുന്നുണ്ട്. ഓക്കെ. ഇനി അതുപോലെ തന്നെ ജസ്റ്റ് ഒരു പോയിന്റ് കൂടി അവിടെ നിന്ന് ചേർത്ത് വെക്കണം കേട്ടോ, അവിടെ നിന്ന് എഴുതി വെക്കണേ. അപ്പൊ നമ്മൾ പറഞ്ഞു ഡാറ്റയുടെ സഹായത്തോടു കൂടി, പല രേഖകളുടെ സഹായത്തോടു കൂടി, ഇതൊക്കെ റിസോഴ്സുകളാണ് അല്ലെ, നമുക്ക് ഉള്ള വിഭവങ്ങളാണ്. അങ്ങനെയും നമ്മൾ ഓഡിറ്റ് ഇവാലുവേറ്റ് ചെയ്യുന്നുണ്ട്. ഡാറ്റാസിന്റെയും പല ഡോക്യുമെന്റ്സിന്റെയും പല ഉറവിടങ്ങളുടെയും സഹായത്തോടു കൂടിയിട്ട് ഓഡിറ്റ് നമ്മൾ നടത്തുന്നുണ്ട്. ഇനി അവിടെ ജസ്റ്റ് ഒന്ന് എഴുതി വെക്കാം, പേഷ്യന്റ് രജിസ്റ്റർ and medical records, patient register and medical records യൂസ് ചെയ്തുകൊണ്ടാണ് ഓഡിറ്റ് നടത്തുന്നത്. അപ്പൊ ഇവയും യൂസ് ചെയ്തുകൊണ്ട് ഓഡിറ്റ് നടത്താവുന്നതാണ് കേട്ടോ. പേഷ്യന്റ് രജിസ്റ്ററും മെഡിക്കൽ റെക്കോർഡ്സും. ഓക്കെ, നമുക്കറിയാം എന്താണ് നമ്മളുടെ ഹോസ്പിറ്റലിലെ അസറ്റ് എന്ന് പറയുന്നത് പേഷ്യൻസ് ആണ് അല്ലെ. അവർക്ക് കൊടുക്കുന്നത്, നമ്മുടെ ഹോസ്പിറ്റൽ ഒരു നിശ്ചിത സ്റ്റാൻഡേർഡിൽ എത്തണമെന്നുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കുന്ന സർവീസ് നല്ല ക്വാളിറ്റിയോട് കൂടി കൊടുക്കണം അല്ലെ. അപ്പൊ ആ സ്റ്റാൻഡേർഡിലോട്ട് എത്തുന്നുണ്ടോ എന്നുള്ളത് ഇവാലുവേറ്റ് ചെയ്യുന്ന രീതിയാണ് ഓഡിറ്റ് എന്ന് പറയുന്നത് അല്ലെ. നമ്മൾ പഠിച്ചു. അപ്പൊ അതിന് ഉപയോഗിക്കുന്ന രണ്ട് കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. പേഷ്യന്റ് രജിസ്റ്റർ നമ്മൾ നോക്കുന്നുണ്ട്, അതുപോലെ തന്നെ മെഡിക്കൽ റെക്കോർഡ്സ്, രോഗികളുടെ മെഡിക്കൽ റെക്കോർഡ്സ് നോക്കിയിട്ട് നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. അതും റിസോഴ്സുകളാണ്. ഓക്കെ, അതും കൂടി ഒന്ന് ഓർത്ത് വെക്കും. ഡൗട്ട് ഉണ്ടോ ഡെഫിനിഷനില്? ഓക്കെ ആണോ? എഴുതിയിട്ടുള്ള പോയിന്റിൽ എന്തെങ്കിലും വ്യത്യാസം അല്ലെങ്കിൽ കിട്ടാത്തതയോ? ഓക്കെ ആണ്. ഓക്കെ, മനസ്സിലാവാത്തതൊന്നും ഇല്ലല്ലോ. ആ രണ്ട് പോയിന്റ് എഴുതി വെച്ചില്ലേ, പേഷ്യന്റ് രജിസ്റ്ററും മെഡിക്കൽ റെക്കോർഡ്സും കേട്ടോ. അതും കൂടി ഒന്ന് ചേർത്ത് വെക്കുക അതിനകത്ത് കൂടി. ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കിയേ, ഓഡിറ്റ് ഇൻ ഹെൽത്ത് കെയർ ഈസ് എ പ്രോസസ് യൂസ്ഡ് ബൈ ഹെൽത്ത് പ്രൊഫഷണൽസ്. ഡെഫിനേഷൻ പറയണോ? ഡെഫിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് രണ്ട് സെന്റൻസ് ആണ് അവിടെ തന്നിരിക്കുന്നത് അല്ലെ. Okay, a systematic and a critical assessment of a planning, delivery and evaluation of services with regard to efficiency, effectiveness and quality within given resources. It is the assessment of data, documents, patient register, medical records, documents and resources to inspect performance of systems if meets specified standards. So first sentence inde oru meaning ennu parayunnathu endana? Hospital ആരൊക്കെയുണ്ട്? ഹോസ്പിറ്റൽ ആരൊക്കെയാണ് രോഗികൾക്ക് സർവീസ് കൊടുക്കുന്നത്? ഡോക്ടേഴ്സ് ഉണ്ടാവും, നഴ്സുമാരുണ്ടാവും, മറ്റു പല മെഡിക്കൽ സ്റ്റാഫുകൾ ഉണ്ടാവും അല്ലെ. ഇവര് കൊടുക്കുന്നത് ക്വാളിറ്റി ഉള്ള സർവീസ് ആണോ? അതുപോലെ തന്നെ രോഗികൾക്ക്, അവിടെ വരുന്ന രോഗികൾക്ക് നല്ല രീതിയിലുള്ള ക്വാളിറ്റി ഉള്ള മെഡിസിൻസ് ആണോ കൊടുക്കുന്നത്? അപ്പൊ അവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്? ക്വാളിറ്റി ഉള്ള സർവീസ് ഹോസ്പിറ്റലുകളിൽ നിന്ന് രോഗികൾക്ക് കൊടുക്കുന്നുണ്ടോ എന്നുള്ളത് ടോട്ടലായിട്ടും സിസ്റ്റമാറ്റിക് ആയിട്ടും കൃത്യമായിട്ടും ക്രിട്ടിക്കലായിട്ടും ഇവാലുവേറ്റ് ചെയ്യുന്ന രീതിയെയാണ് നമ്മൾ ഓഡിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? അതുപോലെ തന്നെ സെക്കൻഡ് സെന്റൻസിന്റെ മീനിങ് എന്ന് പറഞ്ഞാല് പല റിസോഴ്സുകൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് ഈ ഓഡിറ്റിൽ അസസ്മെന്റ് നടത്താൻ വേണ്ടിയിട്ട്, വിലയിരുത്താൻ വേണ്ടിയിട്ട്. എന്തൊക്കെയാണ്? ഈ ഹോസ്പിറ്റലിലുള്ള പല രേഖകള് അല്ലെ, ഡാറ്റാസിന്റെ സഹായത്തോട് കൂടിയിട്ട്, അതുപോലെ തന്നെ പല റിസോഴ്സുകളുടെ സഹായത്തോട് കൂടിയിട്ട്, പല ഡോക്യുമെന്റ്സിന്റെ സഹായത്തോട് കൂടിയിട്ട് നമ്മൾ ഈ ക്വാളിറ്റി ഉള്ള സർവീസ് ആണോ എന്ന് ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഓഡിറ്റ് നടത്താറുണ്ട്. ഹോസ്പിറ്റലിൽ കൊടുക്കുന്നത് ക്വാളിറ്റി ഉള്ള സർവീസ് ആണോ എന്ന് ഇവാലുവേറ്റ് ചെയ്യുന്ന രീതി, അങ്ങനെ നമുക്ക് ചെറുതാക്കി പറയാൻ പറ്റും. എന്താണ് ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ? മനസ്സിലായല്ലോ.
അതെ 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 അങ്ങനെ തന്നെയാണ് കേട്ടോ. ഓക്കെ, കറക്റ്റ് ആണ്. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ക്ലിയർ ആയോ? നെക്സ്റ്റ് നോക്കാം നമുക്ക്. ഓഡിറ്റ് നോക്കി. ഇൻ ഹെൽത്ത് കെയർ ഇൻ എ പ്രോസസ് used by health professionals to estimate, evaluate, and refine care of patients in a systematic way. അപ്പൊ എന്താണ് ഫസ്റ്റ് സെന്റൻസിന്റെ മീനിങ് എന്ന് പറഞ്ഞാല്, ഇൻ ഹെൽത്ത് കെയർ ഈസ് എ പ്രോസസ് used by health professionals to estimate, evaluate, and refine care of patients in a systematic way. എന്താണ് ഹെൽത്ത് കെയർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഹെൽത്ത് കെയർ എന്നത് ചിട്ടയായ രീതിയിൽ രോഗികളുടെ പരിചരണം കണക്കാക്കുന്നതിനും അത് ഇവാലുവേറ്റ് ചെയ്യുന്നതിനും, ഇവാലുവേറ്റ് എന്ന് പറഞ്ഞാല് വിലയിരുത്താനും പരിഷ്കരിക്കാനും ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ് ഉപയോഗിക്കുന്ന ഒരു പ്രക്രിയ, അതിനെയാണ് നമ്മൾ ഓഡിറ്റ് എന്ന് പറയുന്നത്. ഒന്നുകൂടി പറയാം, ഹെൽത്ത് കെയർ എന്നത് ചിട്ടയായ രീതിയിൽ രോഗികളുടെ പരിചരണം കണക്കാക്കുന്നതിനും ഇവാലുവേറ്റ് ചെയ്യുന്നതിനും പരിഷ്കരിക്കുന്നതിനും ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ് ഉപയോഗിക്കുന്ന ഒരു ഉപാധി അല്ലെങ്കിൽ ഒരു പ്രക്രിയ എന്ന് നമുക്ക് പറയാൻ പറ്റും ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ, അല്ലെ? അപ്പൊ എന്താണ് രോഗികളുടെ പരിചരണം നമ്മൾ ഇവാലുവേറ്റ് ചെയ്ത് ഇനി അവർക്ക് എന്തെങ്കിലും ഇംപ്രൂവ്മെന്റ്സുകൾ എവിടെയെങ്കിലും വരുത്തേണ്ടതുണ്ടോ എന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്തുകൊണ്ട് നമുക്കത് ഇംപ്രൂവ്മെന്റ് വരുത്താൻ പറ്റും. അതിന് വേണ്ടിയിട്ട് ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ് ഉപയോഗിക്കുന്ന ഒരു പ്രക്രിയയാണ് ഓഡിറ്റ് എന്ന് പറയുന്നത്. ഓഡിറ്റിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് കണ്ടെത്താനായിട്ട് പറ്റും, അല്ലെ? എവിടെയെങ്കിലും ഇംപ്രൂവ്മെന്റ് വരുത്തേണ്ടതുണ്ടോ? ചിലപ്പോ പേഷ്യന്റ് കെയറിലായിരിക്കാം, ചിലപ്പോൾ ഡോക്ടേഴ്സ് കൊടുക്കുന്ന ട്രീറ്റ്മെന്റിലായിരിക്കാം, അല്ലെ? അപ്പൊ എവിടെയെങ്കിലും രോഗികൾക്ക് ഇംപ്രൂവ്മെന്റ് വരുത്തേണ്ടതുണ്ടോ എന്നുള്ളത് നമുക്ക് അവിടെ ഡാറ്റകളും കറക്റ്റ് ആയിട്ടുള്ള രേഖകളൊക്കെ നമുക്ക് അവിടെ നോക്കിയിട്ട് അത് വിലയിരുത്താനായിട്ട് പറ്റുന്നുണ്ട്. അപ്പൊ അത് നോക്കി നമുക്ക് ഇംപ്രൂവ്മെന്റ് വരുത്തേണ്ട മേഖലകൾ എന്തൊക്കെയാണ് എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ് ഉപയോഗിക്കുന്ന ഒരു പ്രക്രിയയാണ് ഓഡിറ്റ് എന്നത് കൊണ്ട് അർത്ഥമാക്കുന്നത്. മനസ്സിലായോ? അതാണ് ഫസ്റ്റ് പോയിന്റിൽ പറയുന്നത് കേട്ടോ. ഓക്കെ. Audit calculates the current practice against the defined standard. It belongs to clinical government, which aims at safeguarding a high quality of clinical care of patient. അതിന്റെ എയിം എന്ന് പറഞ്ഞാൽ എന്താണ്? എയിം എന്ന് പറഞ്ഞാല് അതൊന്ന് അണ്ടർലൈൻ ചെയ്യാം. സേഫ്ഗാർഡിങ് എ ഹൈ ക്വാളിറ്റി ഓഫ് ക്ലിനിക്കൽ കെയർ ഓഫ് പേഷ്യന്റ്, അല്ലെ? സേഫ്റ്റിയോട് കൂടിയിട്ട് നല്ല ക്വാളിറ്റി കെയർ ആർക്ക് പ്രൊവൈഡ് ചെയ്യണം? പേഷ്യൻസിന് പ്രൊവൈഡ് ചെയ്യുക എന്ന മെയിൻ ആയിട്ടുള്ള ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് നമ്മൾ ഓഡിറ്റ് നടത്തുന്നത്, അല്ലെ? ഓക്കെ, ക്ലിയർ ആയോ? എയിം വായിച്ചു നോക്കിയ ഡെഫിനേഷനും അതുപോലെ തന്നെ ആ ഓഡിറ്റ് എന്ന് പറഞ്ഞിരിക്കുന്ന ആ 2 പാരഗ്രാഫ് ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. ചിലപ്പോ അതില് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല, അപ്പൊ അതാണ് ഞാൻ ഇങ്ങനെ വിശദീകരിച്ച് പറഞ്ഞു തന്നത്. ഓഡിറ്റ് ഫസ്റ്റ് ഡെഫിനേഷൻ മാർക്ക് ചെയ്യാം. ആ ഡെഫിനേഷൻ എന്നുള്ളത് ഫുള്ള് മാർക്ക് ചെയ്തോളൂ. പിന്നെ ഓഡിറ്റില് എയിം എന്നുള്ളത് ലാസ്റ്റ് പോയിന്റ് ഇല്ലേ, അത് മാത്രം ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചാൽ മതി. അതുപോലെ തന്നെ ഫസ്റ്റ് പോയിന്റ് ഒന്ന് സിസ്റ്റമാറ്റിക് വേ വരെ കൂടി ഒന്ന് അണ്ടർലൈൻ ചെയ്തോളൂ കേട്ടോ. മനസ്സിലായോ? ഓക്കെ.
ഇനി നെക്സ്റ്റ് ആണ് എന്ത്? വൈ ഓഡിറ്റ്. എന്തിനാണ് ഓഡിറ്റ്? എന്തിനാണ് ഓഡിറ്റ് നമ്മൾ നടത്തുന്നത്? ഓക്കെ, ഫസ്റ്റ് പോയിന്റ് ഒരു പോയിന്റ് വൈസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. സസ്റ്റെയിൻ ഡാറ്റ ക്വാളിറ്റി. എന്താണ് സസ്റ്റെയിൻ എന്ന് പറഞ്ഞാല്? എന്താ മീനിങ് വരാ? സസ്റ്റെയിൻ, സസ്റ്റെയിനിങ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ടല്ലേ. എന്താണ് സസ്റ്റെയിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ? മെയിൻറ്റെയിൻ അല്ലെങ്കിൽ നിലനിർത്തുക എന്ന് പറയാൻ പറ്റുമോ അല്ലെ? ഡാറ്റയുടെ ക്വാളിറ്റി നിലനിർത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓഡിറ്റ് നടത്തുന്നത്. ഓക്കെ, ഡാറ്റയുടെ ക്വാളിറ്റി നിലനിർത്താൻ വേണ്ടിയിട്ട്. പിന്നെ എന്താ? ഡിഫെൻഡ് റെപ്യൂട്ടേഷൻ ഓഫ് സ്റ്റാഫ്, ഓർഗനൈസർ ആൻഡ് ഹോസ്പിറ്റൽ. എന്താണ് റെപ്യൂട്ടേഷൻ? റെപ്യൂട്ടേഷൻ എന്താ? അന്തസ് അല്ലെങ്കിൽ പദവി എന്നൊക്കെ നമുക്ക് പറയാം അല്ലെ. ഓക്കെ, അപ്പൊ എന്താണ്? സമൂഹത്തില് ഇപ്പൊ നമ്മളൊരു ഹോസ്പിറ്റലില് നമ്മള് ബിൽഡപ്പ് ചെയ്തു, സമൂഹത്തില് അല്ലെങ്കിൽ പോപ്പുലേഷന്റെ ഇടയിൽ നല്ലൊരു ക്വാളിറ്റി ഉള്ള സർവീസ് കൊടുക്കുന്നുണ്ട്, നല്ലൊരു നിലവാരമുള്ള ഹോസ്പിറ്റലിലേക്ക് നമ്മള് ഹോസ്പിറ്റലിൽ മാറിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയാ നമ്മുടെ അപ്പൊ എല്ലാവരും പറയും എന്താണ്? നല്ല രീതിയിലുള്ള ഹോസ്പിറ്റലാണ്, നല്ല സർവീസ് ആണ്, അവിടെ നല്ല ഡോക്ടേഴ്സ് ഉണ്ട്. അപ്പൊ എന്താണ്? അവിടുത്തെ സ്റ്റാഫിനായാലും ഓർഗനൈസർക്കായാലും ഹോസ്പിറ്റലിന്റെയും ഒരു നല്ലൊരു നിലവാരം കാണിക്കാനായിട്ട് നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അല്ലെ. ഓഡിറ്റിലൂടെയാണ്. ഇതെങ്ങനെയാണ്? നമ്മുടെ ആ പദവി ഹോസ്പിറ്റലിന്റെയും ഓർഗനൈസറിന്റെയും അതുപോലെ തന്നെ അവരുടെ വർക്ക് ചെയ്യുന്ന ടോട്ടൽ ആയിട്ടുള്ള സ്റ്റാഫിന്റെയും പദവി ഉയർത്തിക്കൊണ്ടുവരാനായിട്ടും ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അല്ലെ. ഇപ്പൊ ഹോസ്പിറ്റൽ തന്നെ എടുക്കേണ്ട, ഒരു സ്കൂൾ എടുക്കാം, അല്ലെങ്കിൽ ഒരു ഫേം എടുക്കാം, ഒരു ഓർഗനൈസേഷൻ, ബിസിനസ് ഓർഗനൈസേഷൻ എടുക്കാം. അപ്പൊ എന്താണ്? സമൂഹത്തിന്റെ ഇടയിൽ നല്ലൊരു രീതിയിൽ നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ ആയിട്ട് പ്രവർത്തിക്കുകയാണെങ്കിൽ അവര് പറയും അല്ലെ, സമൂഹത്തിന്റെ ഇടയിൽ പറയും നല്ല രീതിയിലുള്ള ഓർഗനൈസേഷൻ ആണ്, നല്ലൊരു ബിസിനസ് ഫേം ആണ്. അപ്പൊ എന്താണ്? നമുക്കൊരു എന്താ പറയാ, ഒരു നല്ല രീതിയിലുള്ള സന്തോഷം അല്ലെങ്കിൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടും അല്ലെ. നമുക്കൊരു റെപ്യൂട്ടേഷൻ കൂടും നമ്മുടെ. ഓക്കെ, പദവി നിലനിർത്താനായിട്ടും കൂടാനായിട്ടും ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഓഡിറ്റ് വഴി. പിന്നെ എന്താ? ഡിഫറെന്റ് കറന്റ് ആൻഡ് ഫ്യൂച്ചർ ഫണ്ടിങ്. എന്താണ്? നമുക്കറിയാം നമ്മള് ഓഡിറ്റ് എന്താണ്? ഫിനാൻസുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പൊ നമുക്ക് ഇപ്പോഴുള്ളതും അതുപോലെ തന്നെ ഭാവിയിൽ വരാൻ പോകുന്ന ഫിനാൻഷ്യൽ നഷ്ടങ്ങളെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സാമ്പത്തികവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയാനായിട്ട് പറ്റും. ഇനി ഫ്യൂച്ചറിൽ ഇപ്പോഴുള്ള നഷ്ടങ്ങൾ അല്ലെങ്കിൽ ഇപ്പോഴുള്ള പ്രോഫിറ്റ് എത്രയാണ്, ഇനി ഫ്യൂച്ചറിൽ എന്തെങ്കിലും ലോസ് ഉണ്ടാവാൻ പോകുന്നുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും എന്താണ് പ്രോഫിറ്റ് ഉണ്ടാക്കാനായിട്ട് സാധിക്കുമോ എന്നുള്ളത് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് ഓഡിറ്റിലൂടെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഡിഫൈൻ ക്വാളിറ്റി അല്ലെ. ക്വാളിറ്റി നമുക്ക് ഉറപ്പുവരുത്താനായിട്ട് അല്ലെ, അവിടെ വർക്ക് ചെയ്യുന്ന നല്ല രീതിയിലുള്ള എന്താണ് ഇപ്പൊ സ്റ്റാഫ് ആയാലും പിന്നെ ഡോക്ടേഴ്സ് ആയാലും നല്ല രീതിയിൽ ക്വാളിറ്റി ഉള്ള സർവീസ് കൊടുക്കാനായിട്ട്, അല്ലെങ്കിൽ ഓരോ പേഷ്യൻസിനും അവിടെ വരുന്ന പേഷ്യൻസിനും ഇംപ്രൂവ് ചെയ്യാനായിട്ടായാലും അല്ലെങ്കിൽ ഉറപ്പ് വരുത്താനായിട്ട് നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഓഡിറ്റിലൂടെ അല്ലെ. എവിടെയെങ്കിലും ഇംപ്രൂവ്മെന്റ് വരുത്തേണ്ടതുണ്ടോ എന്നൊക്കെ ഐഡന്റിഫൈ ചെയ്ത് നല്ല രീതിയിലുള്ള ക്വാളിറ്റി ഉള്ള സർവീസ് ജനങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാനായിട്ട് ഓഡിറ്റിലൂടെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. യൂസ്ഫുൾ ഫോർ ക്ലിനിക്കൽ ഇംപ്രൂവ്മെന്റ്. നമ്മൾ പറഞ്ഞതാണ്, പേഷ്യൻസിന് കൊടുക്കുന്ന കെയറിൽ എവിടെയെങ്കിലും ഇംപ്രൂവ്മെന്റ് വരുത്തേണ്ടതാണെങ്കിൽ നമുക്ക് ഓഡിറ്റിലൂടെ അത് ഐഡന്റിഫൈ ചെയ്തുകൊണ്ട് നമുക്ക് ഇംപ്രൂവ്മെന്റുകൾ വരുത്താനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. ഇൻസ്പയർസ് ടീം വർക്ക്. എന്താണ്? നല്ല രീതിയിൽ നമുക്ക് എന്താണ് ടീം വർക്ക് പ്രോത്സാഹിപ്പിക്കുക അല്ലെ. ടീം വർക്ക് നല്ല രീതിയിൽ എല്ലാവരും അല്ലെ, ഡോക്ടേഴ്സ് ആയാലും അതുപോലെ തന്നെ നഴ്സുമാരായാലും മറ്റു സ്റ്റാഫുകളായാലും ഓഡിറ്റ് നടത്തുന്നത് കൊണ്ട് നമുക്ക് എന്താണ് ഒരു ടീം വർക്കായി നിന്നുകൊണ്ട് തന്നെ അവിടെയുള്ള എല്ലാ ജോലികളും ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇപ്പോ ഡോക്ടർ മാത്രം മനസ്സ് വെച്ചാൽ മാത്രം ഒരു ക്വാളിറ്റിയുള്ള സർവീസ് കൊടുക്കാൻ പറ്റുമോ ജനങ്ങൾക്ക്? ഒരാൾ മാത്രം നോക്കിയിട്ടുണ്ടെങ്കിൽ പറ്റില്ല. എന്താണ്? എല്ലാവരുടെയും ഒരു ടീം വർക്കായിട്ട് എല്ലാവരും കോർഡിനേറ്റ് ചെയ്ത് പ്രവർത്തിക്കുന്നു അല്ലെ. ഓക്കെ, അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. പിന്നെ എന്താ? ഇംപ്രൂവ്സ് പേഷ്യന്റ് കെയർ ഇംപ്രൂവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഫിനാൻഷ്യൽ ബെനിഫിറ്റ്സ് അല്ലെ. നമുക്ക് പീരിയോഡിക്കലി നമുക്ക് എന്താണ് ഇങ്ങനെയുള്ള ഓഡിറ്റുകൾ നടത്തുന്നതിലൂടെ ഇനി എന്താണ് ഈ പ്രോഫിറ്റ് എത്രയുണ്ട് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ആയിട്ടുള്ള ബെനിഫിറ്റ് നമുക്ക് എത്രയുണ്ടെന്ന് നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നുണ്ട്. ബിക്കം നെസസറി ഫോർ മീറ്റിംഗ് ലിറ്റിഗേഷൻസ് അണ്ടർ CPA. CPA എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? കെയർ പ്രോഗ്രാം അപ്രോച്ച് ആണ് അത് ഉദ്ദേശിക്കുന്നത്. കെയർ പ്രോഗ്രാം അപ്രോച്ച് കേട്ടോ, അതിന്റെ എക്സ്പാൻഡ് ഫോം. ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇപ്പൊ പേഷ്യൻസിന് എന്തെങ്കിലും കംപ്ലൈന്റ്സ് ഒക്കെ ഉണ്ടാവില്ലേ നമ്മൾ കൊടുക്കുന്ന സർവീസിൽ, നമ്മൾ കൊടുക്കുന്ന കെയറിലൊക്കെ എന്തെങ്കിലും കംപ്ലൈന്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ആ കാര്യങ്ങള് ഈ CPA പറഞ്ഞാല് കെയർ പ്രോഗ്രാം അപ്രോച്ച്
അതിന്റെ കീഴിലാണ് നമ്മൾ ഒത്തുതീർപ്പാക്കുന്നത്. അപ്പൊ ഓഡിറ്റ് നടത്തുന്നത് മൂലം നമുക്കത് ഒത്തുതീർപ്പാക്കാനായിട്ടും ഹെൽപ്പ് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. പേഷ്യൻസിന് എന്തെങ്കിലും നമ്മൾ കൊടുക്കുന്ന ക്വാളിറ്റിയിൽ കംപ്ലൈൻസ് ഒക്കെ ഉണ്ടെങ്കിൽ, ക്വാളിറ്റിയുള്ള സർവീസിൽ അല്ലെങ്കിൽ ക്വാളിറ്റിയുള്ള സർവീസ് അല്ല, എന്തെങ്കിലും ഇംപ്രൂവ്മെന്റുകൾ വരുത്തണം, അങ്ങനെയുള്ള കംപ്ലൈൻസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ CPA കെയർ പ്രോഗ്രാം അപ്രോച്ച് വഴിയാണ് ഒത്തുതീർപ്പാക്കുന്നത്. അത്രയും കാര്യങ്ങളാണ് വൈ ഓഡിറ്റിൽ വരുന്നത്. സസ്റ്റെയിൻ ഡാറ്റ ക്വാളിറ്റി, ഡിഫെൻഡ് റെപ്യൂട്ടേഷൻ ഓഫ് സ്റ്റാഫ്, ഓർഗനൈസർ ആൻഡ് ഹോസ്പിറ്റൽ, ഡിഫെൻഡ് കറന്റ് ആൻഡ് ഫ്യൂച്ചർ ഫണ്ടിങ്, refine quality, useful for clinical improvement, inspires teamwork, improves patient care, financial benefits become necessary for meeting litigations under CPA. Care program approach. Points വായിച്ചോ കേട്ടോ. I say now. ഇനി നമ്മൾ ഓരോ ടൈപ്സ് ഓഫ് ഓഡിറ്റ് നമ്മൾ പഠിക്കാൻ പോവുകയാണ്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ ഓഡിറ്റ് ഉണ്ട്. ഇനി വരുന്നത് മെഡിക്കൽ ഓഡിറ്റ് ഉണ്ട്, ക്ലിനിക്കൽ ഓഡിറ്റ് ഉണ്ട്, ഓർഗനൈസേഷണൽ ഓഡിറ്റ് ഉണ്ട് കേട്ടോ. ഓരോ ഓഡിറ്റും നമ്മൾ പഠിക്കാൻ പോവാണ്. ഓക്കെ, auditor may be internal or external. An internal audit is an independent evaluation to provide guarantee to the organization that its financial and operational controls are adequate. This procedure compares organizational policies and procedures proportional to required complaints demand. ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഈ ഇന്റേണൽ ഓഡിറ്റ് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് ഓർഗനൈസേഷന്റെ പുറത്താണോ അല്ലെങ്കിൽ അകത്താണോ നടത്തുന്നത്? ഇന്റേണൽ ഓഡിറ്റ് എന്ന് പറയുമ്പോൾ വിത്തിൻ അല്ലെ, എന്താണ് ഇൻസൈഡ് അല്ലെങ്കിൽ ഔട്ട്സൈഡ് ആണോ? ഇൻസൈഡ് ആണ് അല്ലെ, അകത്താണ് അല്ലെ. ആൻഡ് ഇന്റേണൽ ഓഡിറ്റ് ഈസ് ആൻ ഇൻഡിപെൻഡന്റ് ഇവാലുവേഷൻ ആണ്. ഓക്കെ, ഒരു സ്വതന്ത്രമായൊരു വിലയിരുത്തലാണ് ഈ ഇന്റേണൽ ഓഡിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇൻഡിപെൻഡന്റ് ഇവാലുവേഷൻ ആണ്. അതുപോലെ തന്നെ എന്താണ് പ്രൊവൈഡ് ഗ്യാരണ്ടി. എന്താണ് ഗ്യാരണ്ടി അല്ലെങ്കിൽ എന്താണ് ഗ്യാരണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അല്ലെ. എന്തൊക്കെയാണ്? ഫിനാൻഷ്യൽ ആയിട്ടുള്ളതും അതുപോലെ തന്നെ ഓപ്പറേഷണൽ ആയിട്ടുള്ള കൺട്രോൾസ് അല്ലെ, അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഗ്യാരണ്ടി ഉറപ്പ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ദിസ് പ്രൊസീജിയർ കംപ്രൈസ് the organizational policies and procedures proportional to required complaints demand. അപ്പൊ എന്താണ് ഈ എന്താണ് ഇന്റേണൽ പ്രപ്പോർഷണൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് പ്രപ്പോർഷണൽ
എന്താ പ്രപ്പോർഷണൽ എന്ന് പറഞ്ഞാല് പ്രപ്പോർഷണൽ എന്നൊക്കെ പറയാറുണ്ട്. എന്താണ് അനുപാതം എന്ന് പറയാറുണ്ടല്ലേ നമ്മള്, അല്ലെ? അനുപാതത്തിലാണോ എന്നൊക്കെ നമ്മള് ക്വസ്റ്റ്യൻ ഒക്കെ വരാറുണ്ട് ഈ മാത്സിലൊക്കെ, അനുപാതമൊക്കെ പറഞ്ഞിട്ട് ഇല്ലേ, പഠിച്ചിട്ടുണ്ടല്ലേ, നമ്മൾ പഠിക്കാറുണ്ട്. ഓക്കെ, അപ്പൊ എന്താണ് ഓർഗനൈസേഷന്റെ പോളിസീസും പ്രൊസീജിയേഴ്സും, പോളിസീസ് വ്യത്യാസം ഉണ്ടാവും, പ്രൊസീജിയേഴ്സും വ്യത്യാസം ഉണ്ടാവും അല്ലെ. അത് രണ്ടും പ്രപ്പോർഷണൽ ആണോ, അനുപാതത്തിലാണോ എന്ന് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്ന രീതിയാണ് ഇന്റേണൽ ഓഡിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഹോസ്പിറ്റലിന്റെ എല്ലാ തരം പ്രവർത്തനങ്ങളും, എക്കണോമിക് ആയിക്കോട്ടെ, അതുപോലെ തന്നെ ഫിനാൻഷ്യൽ ആയിക്കോട്ടെ, ഡേ ടു ഡേ പ്രവർത്തനങ്ങളായിക്കോട്ടെ, ഇതൊക്കെ ഇവാലുവേറ്റ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ഇന്റേണൽ ഓഡിറ്റ് എന്ന് പറയുന്നത്. ഓർഗനൈസേഷന്റെ ഉള്ളിൽ നടത്തുന്ന ഒരു ഇവാലുവേഷൻ ആണ് ഇന്റേണൽ ഓഡിറ്റ്. അപ്പൊ ഓർഗനൈസേഷനുമായിട്ട് ബന്ധപ്പെട്ട എന്താണ് എല്ലാ തരം പ്രവർത്തനങ്ങളും, എക്കണോമിക് ആയിക്കോട്ടെ, ഫിനാൻസിന്റെ കാര്യങ്ങളായിക്കോട്ടെ, അതുപോലെ തന്നെ ഡേ ടു ഡേ പ്രവർത്തനങ്ങളായിക്കോട്ടെ, എല്ലാ തരം പ്രവർത്തനങ്ങളെയും ഇവാലുവേറ്റ് ചെയ്യുന്ന രീതിയാണ് ഇന്റേണൽ ഓഡിറ്റ്. അത്രയും മാത്രം മനസ്സിലാക്കാം. എന്താണ് ഓർഗനൈസേഷന്റെ ഉള്ളില് അപ്പൊ എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടാവും? ഡേ ടു ഡേ പ്രവർത്തനങ്ങള്, ഫിനാൻസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങള്, അല്ലെ? അപ്പൊ എല്ലാ തരം പ്രവർത്തനങ്ങളെയും ഇവാലുവേറ്റ് ചെയ്യുന്ന രീതിയാണ് ഇന്റേണൽ ഓഡിറ്റ്. ഓക്കെ, മനസ്സിലായോ? ഇനി ഒരു കാര്യം കൂടി അവിടെ എഴുതി വെക്കാം. ഹോസ്പിറ്റലിന്റെ എന്താണ് ഉള്ളിൽ നടത്തുന്ന ഒരു ഓഡിറ്റ് ആണെന്ന് നമ്മൾ പറഞ്ഞു അല്ലെ, വിത്തിൻ ദ ഹോസ്പിറ്റൽ ആണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഓർഗനൈസേഷനിൽ നിശ്ചയിച്ചിട്ടുള്ള സ്റ്റാഫുകൾ ഉണ്ടാവും, അവരാണ് ഇന്റേണൽ ഓഡിറ്റ് ചെയ്യുന്നത്. ഓർഗനൈസേഷന്റെ ഉള്ളിലുള്ള സ്റ്റാഫുകൾ ഓരോരുത്തരെയൊക്കെ ഏൽപ്പിച്ചിട്ടുണ്ടാവും, നിശ്ചയിച്ചിട്ടുണ്ടാവും ഇന്ന ആള് ചെയ്യണമെന്നുള്ളത്, അഡ്മിനിസ്ട്രേഷൻ ഏരിയാസ്. അപ്പൊ അവരാണ് എന്ത് ചെയ്യുന്നത്? ഇന്റേണൽ ഓഡിറ്റ് നടത്തുന്നത്. ഓർഗനൈസേഷനിലുള്ള സ്റ്റാഫുകൾ തന്നെ, ഹോസ്പിറ്റലിലെ സ്റ്റാഫുകൾ തന്നെയാണ് ഇത് ചെയ്യുന്നത് കേട്ടോ. അതും കൂടി ഒന്ന് കുറിച്ച് വെച്ചാൽ മതി. അത് ഓക്കെ, ഇന്റേണൽ ഓഡിറ്റ് ഓക്കെ ആയോ? ഓർഗനൈസേഷനുള്ളിലുള്ള എല്ലാ പ്രവർത്തനങ്ങളെയും ഇവാലുവേറ്റ് ചെയ്യുന്നത് കേട്ടോ. ഇനി എക്സ്റ്റേണൽ ഓഡിറ്റ് എന്തായിരിക്കും? അപ്പോ എക്സ്റ്റേണൽ ഓഡിറ്റ് ഔട്ട്സൈഡ് അല്ലെ? ഓക്കെ, ഇന്റേണൽ ഓഡിറ്റ് ഇൻസൈഡ് ആകുമ്പോ എക്സ്റ്റേണൽ ഓഡിറ്റ് ഔട്ട്സൈഡ് ആണ്, പുറത്തുള്ളത്. External audits are used to evaluate certain aspects of characteristics of a healthcare providing organization against specified standards. Accordingly, the implementation of an external audit needs an external standards and a corporation from beyond the hospital, and this distinguishes them from internal audits. എന്താണ് എക്സ്റ്റേണൽ ഓഡിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറയാം, വിശദീകരിച്ച് പറഞ്ഞുതരാം കേട്ടോ, ശ്രദ്ധിച്ച് കേൾക്കാം. ചില ക്രൈറ്റീരിയകൾ പാലിക്കുന്ന ആരോഗ്യ സംരക്ഷണ കേന്ദ്രത്തിന്റെ, അതായത് ഹോസ്പിറ്റലിന്റെ ചില ക്രൈറ്റീരിയകൾ പാലിക്കുന്ന ആരോഗ്യ സംരക്ഷണ കേന്ദ്രത്തിന്റെ സ്വഭാവ സവിശേഷതകൾ വിലയിരുത്തുന്നതാണ് എക്സ്റ്റേണൽ ഓഡിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഒന്നുകൂടി വായിക്കാട്ടോ മിസ്, എന്നിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. ചില ക്രൈറ്റീരിയകൾ പാലിക്കുന്ന ആരോഗ്യ സംരക്ഷണ കേന്ദ്രത്തിന്റെ സ്വഭാവ സവിശേഷതകൾ ഇവാലുവേറ്റ് ചെയ്യുന്ന രീതിയാണ് എക്സ്റ്റേണൽ ഓഡിറ്റ് എന്ന് പറയുന്നത്. അതായത് പല ഹോസ്പിറ്റലും ഇല്ലേ, എന്താണ് ഇപ്പൊ ഒരു എറണാകുളം ജില്ല എടുക്കാം. എറണാകുളം ജില്ലയിൽ എന്താണ് പല ഹോസ്പിറ്റൽ ഉണ്ട് അല്ലെ, ആസ്റ്റർ മെഡിസിറ്റി, റീന മെഡിസിറ്റി, അതുപോലെ ലിസി, അമൃത, അങ്ങനെ പല ഹോസ്പിറ്റലും ഉണ്ട്. അപ്പൊ എന്താണ് ആ പല ഹോസ്പിറ്റലിനും പല ക്രൈറ്റീരിയാസ് ആണ് അവർ ഫോളോ ചെയ്യുന്നത് അല്ലെ. ഒരു ഹോസ്പിറ്റലിന്റെ പോലെ ആയിരിക്കില്ല മറ്റു ഹോസ്പിറ്റലിൽ ഫോളോ ചെയ്യുന്ന ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. പല ഹോസ്പിറ്റലും ഉണ്ടെങ്കിൽ പല ക്രൈറ്റീരിയാസ് ആണ് അവര് ഫോളോ ചെയ്യുന്നത്. അങ്ങനെ ഫോളോ ചെയ്യുമ്പോ ആ ക്രൈറ്റീരിയാസിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ടാവുമല്ലോ ഇല്ലേ, സ്വഭാവ സവിശേഷതകള്, ക്രൈറ്റീരിയാസ്. ഓക്കെ ഇല്ലേ, ആ ക്രൈറ്റീരിയാസിന്റെ ക്യാരക്ടറിസ്റ്റിക്സിനെ ഇവാലുവേറ്റ് ചെയ്യുന്ന രീതിയാണ് എക്സ്റ്റേണൽ ഓഡിറ്റ് എന്ന് പറയുന്നത്. പല ഹോസ്പിറ്റലും ഉണ്ട്,
ആ പല ഹോസ്പിറ്റലും പല ക്രൈറ്റീരിയാസ് ആണ്, പല മാനദണ്ഡങ്ങളാണ് ഫോളോ ചെയ്യുന്നത് അല്ലെ. ആ മാനദണ്ഡങ്ങളുടെ ക്യാരക്ടറിസ്റ്റിക്സിനെ ഇവാലുവേറ്റ് ചെയ്യുന്ന രീതിയാണ് എക്സ്റ്റേണൽ ഓഡിറ്റ് എന്ന് പറയുന്നത്. കിട്ടിയ ഒരു ബുദ്ധിമുട്ടുണ്ടല്ലോ അത് മനസ്സിലാക്കി എടുക്കാനായിട്ട്? മനസ്സിലായോ? പല ഹോസ്പിറ്റല്, ഒന്നിലധികം ഹോസ്പിറ്റലുണ്ട്. ഒരു ജില്ല എടുക്കാം, ഒന്നിലധികം ഹോസ്പിറ്റല് ഉണ്ടെന്നുള്ളത് നോക്കാം. എന്താണ് ആ ഒന്നിലധികം ഹോസ്പിറ്റലിന് പല ക്രൈറ്റീരിയാസ്, പല മാനദണ്ഡങ്ങളാണുള്ളത്. ആ മാനദണ്ഡങ്ങളുടെ ക്യാരക്ടറിസ്റ്റിക്സിനെ ഇവാലുവേറ്റ് ചെയ്യുന്ന രീതി. ഓക്കെ, ഒന്ന് നോക്കിയേ, ഒന്ന് ഓർത്ത് നോക്കിയേ. കിട്ടിയോ? ഓക്കെ ആണോ? രണ്ടും കൂടി ബുദ്ധിമുട്ടുണ്ടോ? ഓക്കെ. ഇന്റേണൽ ഓഡിറ്റ് എന്ന് പറയുമ്പോൾ ഹോസ്പിറ്റലിനുള്ളിലുള്ള കുറെ കാര്യങ്ങൾ നോക്കാം. ഫിനാൻഷ്യൽ, എക്കണോമിക് ആയിക്കോട്ടെ, അതുപോലെ തന്നെ ഡേ ടു ഡേ ഓപ്പറേഷൻസ് ആയിക്കോട്ടെ, അതിന്റെയൊക്കെ കാര്യങ്ങൾ ഇവാലുവേറ്റ് ചെയ്യുന്നതാണ് ഇന്റേണൽ ഓഡിറ്റ്. എക്സ്റ്റേണൽ ഓഡിറ്റ് എന്ന് പറയുമ്പോൾ പുറത്തുള്ള കാര്യങ്ങൾ അല്ലെ. നമ്മൾ പറഞ്ഞു എന്താണ്, ഒരു ജില്ലയില് പല ഹോസ്പിറ്റലും ഉണ്ട്. ആ പല ഹോസ്പിറ്റലും പല മാനദണ്ഡങ്ങളാണ്, ക്രൈറ്റീരിയാസ് ആണ് ഫോളോ ചെയ്യുന്നത്. ആ ക്രൈറ്റീരിയാസിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്, സ്വഭാവ സവിശേഷതകളെ ഇവാലുവേറ്റ് ചെയ്യുന്ന രീതിയാണ് എക്സ്റ്റേണൽ ഓഡിറ്റ്. കിട്ടിയോ? ആർക്കെങ്കിലും ഡൗട്ടോ എന്തെങ്കിലും ഉണ്ടോ? ഓക്കെ, ഒരു കാര്യം കൂടി എഴുതി വെക്കാം. നമ്മൾ പറഞ്ഞു ഇന്റേണൽ ഓഡിറ്റ് നടത്തുന്നത് ആരാണ്? ആരാ നടത്താം? ഇന്റേണൽ ഓഡിറ്റ് ചെയ്യുന്നത് ആരാണ്? ഇന്റേണൽ ഓഡിറ്റ് ഹോസ്പിറ്റലിന്റെ ഉള്ളിലുള്ള സ്റ്റാഫ് ആണ് അല്ലെ. അപ്പൊ എക്സ്റ്റേണൽ ഓഡിറ്റ് ആരായിരിക്കും? ഔട്ട്സൈഡ് കേട്ടോ, പുറത്ത് നിന്നുള്ള ആളുകൾ വന്നിട്ടാണ് അത് ഇവാലുവേറ്റ് ചെയ്യുന്നത് കേട്ടോ. അതൊന്ന് മനസ്സിലാക്കി വെക്കും. ഒന്ന് വായിച്ചു നോക്കിയേ, ഇന്റേണലും ആൻഡ് എക്സ്റ്റേണൽ ഓഡിറ്റ് ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. എന്നിട്ട് ബാക്കിയുള്ള ഓഡിറ്റുകൾ നമുക്ക് പറയാം. ഓക്കെ ആണോ? എല്ലാവർക്കും ഓക്കെ ആണോ? കിട്ടിയോ എന്താണെന്നുള്ളത്? ഓക്കെ. ഇനി നെക്സ്റ്റ് ആണ് മെഡിക്കൽ ഓഡിറ്റ്. ഓക്കെ, മെഡിക്കൽ ഓഡിറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ അസസ്മെന്റ് ഓഫ് മെഡിക്കൽ കെയർ ഇൻ retrospect through scrutiny of medical records. ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചേ. എന്താണ് മെഡിക്കൽ ഓഡിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? Is defined as the assessment of medical care in retrospect through scrutiny of medical records. Okay, medical records എന്താണ്? പരിശോധിച്ച ശേഷം മുൻകാലയളവിലെ വൈദ്യപരിചരണം നിലനിർത്തുന്നു. അതിനെയാണ് നമ്മൾ മെഡിക്കൽ ഓഡിറ്റ് എന്ന് പറയുന്നത്. മെഡിക്കൽ റെക്കോർഡ്സ് ആണ് അവരെ പരിശോധിക്കുന്നത് അല്ലെ. രോഗികളുടെ മെഡിക്കൽ റെക്കോർഡ്സ് പരിശോധിച്ച ശേഷം മുൻകാലയളവിലെ വൈദ്യപരിചരണം നിലനിർത്തുന്നു. അതായത് എക്സാമ്പിൾ വഴി പറഞ്ഞു തരാം. മെഡിക്കൽ റെക്കോർഡ്സ് വെച്ചിട്ടാണ് ഇവാലുവേറ്റ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു അല്ലെ. നമ്മള് രോഗികൾക്ക് മെഡിക്കൽ റെക്കോർഡ്സ് ഉണ്ട്, അത് വെച്ചിട്ടാണ് ഇവാലുവേറ്റ് ചെയ്യുന്നത്. ഇപ്പോ ഒരു ഹോസ്പിറ്റലില് 1000 മെഡിക്കൽ റെക്കോർഡ്സ് ഉണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, രോഗികളോ 1000 വന്നു, അപ്പൊ അവർക്ക് എന്താണ്, എല്ലാവർക്കും മെഡിക്കൽ റെക്കോർഡ്സ് ഉണ്ടാവും അല്ലെ. 1000 മെഡിക്കൽ റെക്കോർഡ്സ് ഉണ്ട്. അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ അത് പരിശോധിച്ച ശേഷം 1000 റെക്കോർഡ്സ് എടുത്ത് അത് പരിശോധിച്ച ശേഷം ഡോക്ടർമാർ
മുൻകാലയളവില് എങ്ങനെയാണ് പേഷ്യൻസിനെ ട്രീറ്റ്മെന്റ് ചെയ്യുന്നത് എന്ന ബേസിലാണ് ഇത് ഇവാലുവേറ്റ് ചെയ്യുന്നത്, ഓഡിറ്റ് നടത്തുന്നത്. മനസ്സിലായോ? ഈ 1000 എണ്ണം പരിശോധിക്കും. 1000 എണ്ണം പരിശോധിച്ചിട്ട് ഡോക്ടേഴ്സ് മുൻകാലയളവില് എങ്ങനെയാണ് രോഗികളെ പരിചരിച്ചിരുന്നത്, എങ്ങനെയാണ് അവർക്ക് ആദ്യകാലങ്ങളിൽ ട്രീറ്റ്മെന്റ് നൽകിയിരുന്നത് എന്ന് ഇവാലുവേറ്റ് ചെയ്യുന്ന രീതിയാണ് മെഡിക്കൽ ഓഡിറ്റ്. ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ അതാണ് പറയുന്നത്, മെഡിക്കൽ റെക്കോർഡുകൾ പരിശോധിച്ച ശേഷം മുൻകാലയളവില് വൈദ്യപരിചരണം നിലനിർത്തുന്നു. അതായത് മെഡിക്കൽ റെക്കോർഡ്സുകൾ വെച്ചിട്ടാണ് ഇവാലുവേറ്റ് ചെയ്യുന്നത്. ഒരു ഹോസ്പിറ്റലില് 1000 മെഡിക്കൽ റെക്കോർഡ്സ് ഉണ്ടെങ്കിൽ അതെല്ലാം പരിശോധിച്ചിട്ട് ഡോക്ടേഴ്സ് മുൻകാലങ്ങളിൽ എങ്ങനെയാണ് രോഗികൾക്ക് ട്രീറ്റ്മെന്റ് നൽകിയിരുന്നത് എന്ന് ഇവാലുവേറ്റ് ചെയ്യുന്ന രീതിയാണ് മെഡിക്കൽ ഓഡിറ്റ്. ഓക്കെ, ഇനി എന്തിനു വേണ്ടിയിട്ടാണ് ഈ മെഡിക്കൽ റെക്കോർഡ്സ് അല്ലെങ്കിൽ മെഡിക്കൽ ഓഡിറ്റ് നടത്തുന്നത് നോക്കി, ആ ചെറിയ പാരഗ്രാഫ് നോക്കി. It is a planned analysis program which clearly monitors and evaluates the clinical performance of all practices recorded by qualified professional staffs to identify, examine or verify the performance using accepted criteria. എന്തിനു വേണ്ടിയിട്ടാണ്? എല്ലാ പ്രാക്ടീഷണർമാർസും അല്ലെങ്കിൽ എല്ലാ ഡോക്ടേഴ്സിന്റെയും ആ ക്ലിനിക്കൽ പ്രകടനം വ്യക്തമായിട്ട് നിരീക്ഷിക്കാനും വിലയിരുത്താനും ചെയ്യുന്ന ഒരു പ്ലാൻഡ് പ്രോഗ്രാമാണ് മെഡിക്കൽ ഓഡിറ്റ് എന്ന് പറയുന്നത്. ഇതിനു വേണ്ടിയിട്ട് പ്രത്യേകം നിയമിക്കുന്ന സ്റ്റാഫുകളുണ്ട്. അവരാണ് ഈ മെഡിക്കൽ ഓഡിറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇതിനു വേണ്ടിയിട്ട് പ്രത്യേകം ഓരോ പ്രൊഫഷണൽ സ്റ്റാഫുകളെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? നിയമിക്കുന്നുണ്ട്. അവരാണ് ഈ ഓഡിറ്റ് നടത്തുന്നത്. ഓക്കെ, എല്ലാ പ്രാക്ടീഷണർമാരുടെയും എല്ലാ ഡോക്ടേഴ്സിന്റെയും ക്ലിനിക്കൽ പ്രകടനം വ്യക്തമായി നിരീക്ഷിക്കാനും വിലയിരുത്താനും ചെയ്യുന്ന ഒരു പ്ലാൻഡ് പ്രോഗ്രാമാണ് മെഡിക്കൽ ഓഡിറ്റ് എന്ന് പറയുന്നത്. ഇതിനു വേണ്ടിയിട്ട് പ്രത്യേകം നിയമിക്കുന്ന സ്റ്റാഫുകളുണ്ട്. അവരാണ് ഇത് ചെയ്യുന്നത്. Recorded by qualified professional staffs to identify, examine and verify the program using accepted criteria. Qualified ആയിട്ടുള്ള പേഴ്സണൽസ് സ്റ്റാഫുകൾ ഉണ്ടാവും. അവരാണ് ഇത് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ ആണോ? നെക്സ്റ്റ് നോക്കാം, ക്ലിനിക്കൽ ഓഡിറ്റ്. Clinical audit covers all features of a clinical care, including data provided by nursing and paramedical staff. Okay, അപ്പൊ എന്താണ് ക്ലിനിക്കൽ ഓഡിറ്റ് എന്ന് പറയുന്നത്? നഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ സ്റ്റാഫുകള് എന്നിവർ നൽകുന്ന ക്ലിനിക്കൽ കെയറിന്റെ എല്ലാ സവിശേഷതകളും ഉൾക്കൊള്ളുന്നതാണ് ക്ലിനിക്കൽ ഓഡിറ്റ് എന്ന് പറയുന്നത്. അതായത് നഴ്സിംഗ് സ്റ്റാഫ് ഉണ്ടാവും, പാരാമെഡിക്കൽ സ്റ്റാഫുകളൊക്കെ ഉണ്ടാവും അല്ലെ. അവരുടെ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യുന്ന രീതിയാണ് ക്ലിനിക്കൽ ഓഡിറ്റ് എന്ന് പറയുന്നത്. അവർ നല്ല രീതിയിൽ കെയർ നൽകുന്നുണ്ടോ, നല്ല രീതിയിൽ ബിഹേവ് ചെയ്യുന്നുണ്ടോ, പേഷ്യൻസിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ അല്ലെങ്കിൽ കംപ്ലൈൻസ് ഒക്കെ ഉണ്ടാകുന്നുണ്ടോ എന്ന് ഇവാലുവേറ്റ് ചെയ്യുന്ന രീതി. ഇവരുടെ പെർഫോമൻസ് കേട്ടോ, ആരുടെയൊക്കെയാണ്? നഴ്സുമാരുടെയും അതുപോലെ തന്നെ പാരാമെഡിക്കൽ സ്റ്റാഫിന്റെയും പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യുന്ന രീതിയാണ്
ക്ലിനിക്കൽ ഓഡിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ക്ലിനിക്കൽ ഓഡിറ്റിന്റെ അവിടെ കൊടുത്തിട്ടുണ്ട്. എന്താണ്? ആൻഡ് ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് പ്രോസസ് ദാറ്റ് ട്രൈസ് ടു എൻഹാൻസ് ദ പേഷ്യന്റ് കെയർ ആൻഡ് effected through systematic analysis of care of the health care team against clear-cut criteria and the implementation of a change. ഇനി എന്താണ് ഈ ക്ലിനിക്കൽ ഓഡിറ്റ് നടത്തുന്നത്? നമുക്ക് എന്താണ് ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് പ്രോസസ് ആണെന്ന് പറയാൻ പറ്റും അല്ലെ? അവരുടെ പ്രകടനം ഇവാലുവേറ്റ് ചെയ്തിട്ട് അവര് ചെയ്യുന്നതിൽ എന്തെങ്കിലും ഇംപ്രൂവ്മെന്റ് വരുത്തേണ്ടതുണ്ടോ എന്ന് ഐഡന്റിഫൈ ചെയ്യാനായിട്ടാണ് നമ്മൾ ക്ലിനിക്കൽ ഓഡിറ്റ് ചെയ്യുന്നത്. അപ്പൊ എന്താണ് നമുക്ക് പറയാൻ പറ്റും? ഒരു ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് പ്രോസസ് ആണ്. പേഷ്യന്റ് കെയറുമായിട്ട് ബന്ധപ്പെട്ട് നല്ല രീതിയിൽ ക്വാളിറ്റി ഉള്ള സർവീസ് ആണോ കൊടുക്കുന്നത് എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഓഡിറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ സിസ്റ്റമാറ്റിക് അനാലിസിസിലൂടെ നമുക്ക് എന്താണ് ഒരു ഓർഗനൈസേഷന്റെ കെയർ എങ്ങനെയുള്ളതാകണം, എങ്ങനെയാണ് പേഷ്യൻസിന് നമ്മൾ കൊടുക്കേണ്ടത്, എങ്ങനെയുള്ള ഹെൽത്ത് കെയർ, ക്വാളിറ്റിയുള്ള ഹെൽത്ത് കെയർ ആണ് കൊടുക്കേണ്ടത് എന്നുള്ളത് വിലയിരുത്താനും നമ്മൾ ഈ ഓഡിറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സിസ്റ്റമാറ്റിക് അനാലിസിസിലൂടെ ഒരു ഓർഗനൈസേഷന്റെ കെയർ എങ്ങനെയുള്ളതാവണം എന്ന് വിലയിരുത്താൻ നമ്മൾ ക്ലിനിക്കൽ ഓഡിറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ആ രീതിയും കൂടിയാണ് ക്ലിനിക്കൽ ഓഡിറ്റ് എന്ന് പറയുന്നത്. സിസ്റ്റമാറ്റിക് അനാലിസിസിലൂടെ ഒരു ഓർഗനൈസേഷന്റെ കെയർ എങ്ങനെയുള്ളതാവണം എന്ന് വിലയിരുത്തുന്ന രീതിയും കൂടിയാണ് ക്ലിനിക്കൽ ഓഡിറ്റ്. ഓക്കെ ആണോ? ക്ലിനിക്കൽ ഓഡിറ്റിൽ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? നേഴ്സ് ആൻഡ് എന്താണ് പാരാമെഡിക്കൽ സ്റ്റാഫിന്റെ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യുന്ന രീതിയാണ് ക്ലിനിക്കൽ ഓഡിറ്റ് എന്ന് പറയുന്നത്. ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് പ്രോസസ് ആണ് അല്ലെ? അവിടെ കൊടുക്കുന്ന നമ്മൾ രോഗികൾക്ക് വരുമ്പോൾ രോഗികൾക്ക് കൊടുക്കുന്ന പേഷ്യന്റ് കെയർ ഇംപ്രൂവ്മെന്റ് പ്രോസസ് ആണെന്നും കൂടി നമുക്ക് പറയാൻ പറ്റും. അതുപോലെ തന്നെ എന്താണ് ഒരു സിസ്റ്റമാറ്റിക് അനാലിസിസിലൂടെ ഒരു ഓർഗനൈസേഷന്റെ കെയർ എങ്ങനെയുള്ളതാകണം എന്ന് വിലയിരുത്തുന്നതും കൂടിയാണ് ക്ലിനിക്കൽ ഓഡിറ്റ് എന്ന് പറയുന്നത്. കിട്ടിയില്ലേ? ഇനി നെക്സ്റ്റ് നോക്കാം. ഓർഗനൈസേഷണൽ ഓഡിറ്റ് എന്ന് പറഞ്ഞാല് ഓർഗനൈസേഷണൽ ഓഡിറ്റ് മീൻസ് ഇൻവെസ്റ്റിഗേഷൻ ഓഫ് എ പ്രാക്ടീസ് ലൈക്ക് അപ്പോയിന്റ്മെന്റ് സിസ്റ്റം, policies, practice, standards which are considered as primarily administrative functions. എന്താണ് ഓർഗനൈസേഷണൽ ഓഡിറ്റ് എന്ന് പറയുമ്പോൾ? ഓർഗനൈസേഷൻ നമുക്ക് എടുക്കാം അല്ലെ? അപ്പൊ അത് നോക്കാം. ഓർഗനൈസേഷൻ ഓഡിറ്റ് എന്ന് പറയുമ്പോൾ എന്താണ് ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ നോക്കുമ്പോൾ അപ്പോയിന്റ്മെന്റ് സിസ്റ്റംസ്, അതുപോലെ തന്നെ അവിടുത്തെ പോളിസീസ് അല്ലെ, ഓർഗനൈസേഷന്റെ അല്ലെങ്കിൽ ഹോസ്പിറ്റലിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് ഫങ്ഷൻസ്, ഇതൊക്കെ എന്നിവയെ കുറിച്ചുള്ള ഒരു ഇവാലുവേഷൻ, അതിനെയാണ് നമ്മൾ ഓർഗനൈസേഷൻ ഓഡിറ്റ് എന്ന് പറയുന്നത്. ഒരു ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് നോക്കാം. അപ്പൊ എന്താണ് അപ്പോയിന്റ്മെന്റ് സിസ്റ്റംസ് ഉണ്ടാവും, അവിടുത്തെ എല്ലാ ഫങ്ഷൻസും കാര്യങ്ങളും കൃത്യമായിട്ട് നടത്തുന്നുണ്ടോ, അതുപോലെ തന്നെ അവിടെയുള്ള പോളിസീസ് പ്രാക്ടീസസ് അത് പറഞ്ഞിരിക്കുന്ന രീതിയിലാണോ ചെയ്യുന്നത് അല്ലെ? ഓരോ ഡിപ്പാർട്ട്മെന്റിനും ഓരോ പോളിസീസ് പ്രൊസീജിയേഴ്സ് ഒക്കെ ഉണ്ടാവും അല്ലെ? അതൊക്കെ കറക്റ്റ് രീതിയിലാണോ അതൊക്കെ ചെയ്യുന്നത് എന്നുള്ള ഒരു ഇവാലുവേഷൻ, അതിനെയാണ് നമ്മൾ ഓർഗനൈസേഷൻ ഓഡിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോയിന്റ്മെന്റ് സിസ്റ്റംസ്, പോളിസീസ്, പ്രാക്ടീസസ്, ഫങ്ഷൻസ് എല്ലാ കാര്യങ്ങളും കറക്റ്റ് ആയിട്ട് നടത്തുന്നുണ്ടോ എന്ന് ഇവാലുവേറ്റ് ചെയ്യുന്ന രീതിയാണ് ഓർഗനൈസേഷണൽ ഓഡിറ്റ്. കിട്ടിയോ? അപ്പോയിന്റ്മെന്റ് സിസ്റ്റംസ്, പോളിസികള്, പ്രാക്ടീസുകള്, അതുപോലെ തന്നെ ഹോസ്പിറ്റലിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് ഫങ്ഷൻസ് എന്നിവയെ കുറിച്ചുള്ള ഒരു ഇവാലുവേഷൻ, അതിനെയാണ് നമ്മൾ ഓർഗനൈസേഷൻ ഓഡിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, വായിച്ചു നോക്കിയേ. ഇത്രയും വരെ മിസ് എടുക്കുന്നുള്ളൂ കേട്ടോ, ബാക്കി നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. അപ്പൊ ഇന്ന് എടുത്തത് എന്താണ്? ഓഡിറ്റിന്റെ ഡെഫിനേഷൻ, അതുപോലെ തന്നെ എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചത്, എന്തിനു വേണ്ടിയിട്ടാണ് ഓഡിറ്റ് നടത്തുന്നത്, ചെറിയ ചെറിയ പോയിന്റ്സ് നമ്മൾ പറഞ്ഞു അല്ലെ? അതുപോലെ തന്നെ ഇന്റേണൽ ഓഡിറ്റ് എന്താണെന്ന് പറഞ്ഞു, എക്സ്റ്റേണൽ ഓഡിറ്റ്, അതുപോലെ തന്നെ മെഡിക്കൽ ഓഡിറ്റ് നമ്മൾ പറഞ്ഞു, ക്ലിനിക്കൽ ഓഡിറ്റ് പറഞ്ഞു,
ഓർഗനൈസേഷണൽ ഓഡിറ്റ് എന്താണെന്നുള്ളത് നമ്മൾ പറയാം. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഇത്ര വരെ എടുത്തതില്? ക്ലിയർ ആണോ? ഓക്കെ ആണ്. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ ഇത്രയും വായിച്ച് മനസ്സിലാക്കിയിട്ട് വരണം കേട്ടോ. ഓക്കെ, താങ്ക് യു. ഇമ്പോർട്ടന്റ് എന്ന് പറഞ്ഞാല് മെഡിക്കൽ ഓഡിറ്റിന്റെ ഡെഫിനിഷൻ ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ ബാക്കിയുള്ള അപ്പൊ ഓർഗനൈസേഷൻ ഓഡിറ്റ് ആയാലും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ കണ്ടാ അറിയില്ലേ? അപ്പൊ അങ്ങനെ വെച്ച് പഠിക്കാം കേട്ടോ. അതുപോലെ തന്നെ ക്ലിനിക്കൽ ഓഡിറ്റ് എന്താണെന്നുള്ളത് ആ ഡെഫിനേഷൻ ഫസ്റ്റ് ആ പോയിന്റ് പഠിക്കാം. ഓർഗനൈസേഷൻ ഓഡിറ്റ് എന്താണെന്ന് പഠിക്കാം. മെഡിക്കൽ ഓഡിറ്റിന്റെ ഫസ്റ്റ് പോയിന്റ് പഠിക്കാം. അതുപോലെ തന്നെ ഇന്റേണൽ ഓഡിറ്റും എക്സ്റ്റേണൽ ഓഡിറ്റും ചോദിച്ച് കണ്ടിട്ടില്ല. ഇനി എങ്ങാനും ചോദിച്ചു കഴിഞ്ഞാല് അറിയാൻ പറ്റണം. ഇന്റേണൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓർഗനൈസേഷന്റെ ഉള്ളിൽ നടക്കുന്നത്, അപ്പൊ എല്ലാ കാര്യങ്ങളും ഉണ്ടാവും. അതുപോലെ തന്നെ എക്സ്റ്റേണൽ എന്നുള്ളത് അത് വായിച്ച് മനസ്സിലാക്കാം കേട്ടോ. പിന്നെ ഓഡിറ്റിന്റെ വൈ ഓഡിറ്റ് എന്നുള്ള ഈ പോയിന്റുകൾ ഒന്ന് പഠിക്കാം. അതുപോലെ തന്നെ ആ ഡെഫിനേഷൻ ഒന്ന് പഠിച്ചു വെക്കണം കേട്ടോ, ഇമ്പോർട്ടന്റ് ആണ്, ചോദിക്കാറുണ്ട്. ഓക്കെ, പിന്നെ എയിം ഒന്ന് നോക്കാം കേട്ടോ. ഞാൻ അണ്ടർലൈൻ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു എയിം ലാസ്റ്റ് പോയിന്റില്. എയിം മാത്രം ഒന്ന് നോക്കിയാൽ മതി. അതുപോലെ തന്നെ ഈ ഫസ്റ്റ് പോയിന്റ് auditor in healthcare is a process used by health professionals to estimate, evaluate, refine care of a patients in a systematic way. എന്നുള്ളത് കൂടി ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കും. ഓക്കെ, അതിന്റെ കൺസെപ്റ്റ് അറിഞ്ഞാൽ മതി, പേടിക്കേണ്ട ആവശ്യമില്ല. കൺസെപ്റ്റ് അറിഞ്ഞാൽ പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും ഇല്ലേ? ഈ ക്ലാസ്സിൽ തന്നെ നിങ്ങൾ പഠിച്ചില്ലേ എന്തൊക്കെയാണ് ഓഡിറ്റ് എന്നുള്ളത്? പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുമല്ലോ ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ ഇല്ലേ? അത്രയും മതി നമുക്ക്. ഒബ്ജക്റ്റീവ് ടൈപ്പ് ആയതുകൊണ്ട് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, താങ്ക് യു.